Hello, welcome to my channel. So we were discussing about the lesson equilibrium. In that we have discussed about ionic equilibrium. In ionic equilibrium we were discussing about the characteristics of acids and bases, and we discussed about some of the main concepts like Arrhenius concept, Bronsted-Lowry concept. Today we are going to discuss about Lewis concept of acids and bases. Before that, last class we have a homework that I have given to you. So today we will discuss about the answers of that question. Give the conjugate acids of the following. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് തന്നപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ക്വസ്റ്റ്യൻ കയറുമ്പോൾ ചാടി കയറി എഴുതാൻ നിൽക്കരുത്, ഒരു 2 മിനിറ്റ് തിങ്ക് ചെയ്തു, നമുക്ക് സമയമുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യിച്ചാൽ നിങ്ങൾ ആദ്യം ഗിവ് ദ കോൺജുഗേറ്റ് ആസിഡ്. അപ്പം തന്നെ നിങ്ങൾ എന്താ എഴുതേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എഴുതേണ്ടത് കോൺജുഗേറ്റഡ് ആസിഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ആൾക്കാർ എന്താണ്? ബേസസ് ആണേ. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഓവർ കോൺഫിഡൻസോടെ തെറ്റിപ്പോണവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി അറിയാത്തവർക്കും അത്ര എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്കറിയാം, നമുക്ക് കോൺസെപ്റ്റിൽ ആസിഡ്സും ബേസസും വെച്ച് നമ്മൾ പഠിച്ചത് എന്താ വെച്ചാൽ ആസിഡ്സ് ആർ പ്രോട്ടോണിനെ കൊടുക്കുന്ന ആൾക്കാർ, ബേസസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനെ വാങ്ങുന്ന ആൾക്കാർ അല്ലേ. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ നല്ലോണം വേണം. ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡൊണേറ്റർ ആൻഡ് ദി ബേസസ് ആർ പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അറീനിയസിൽ H+ കൊടുക്കുന്നു, OH- കൊടുക്കുന്നു, അതായിരുന്നു ആസിഡ് ബേസസും. അപ്പോൾ നമുക്കറിയാം ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസസ് എന്ന് പഠിക്കുന്നത്. ആസിഡ്സ് എന്നാൽ പ്രോട്ടോൺ കൊടുക്കുന്ന ആൾ, ബേസസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് തെറ്റുന്നേ ഇല്ല. ആരതായിക്കോട്ടെ, ആസിഡ് എന്ന് പറഞ്ഞാൽ H+ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളോട് ഇതിനെന്താ പറഞ്ഞു വെച്ചാൽ ഫൈൻഡ് ഔട്ട് ദി കോൺജുഗേറ്റ് ആസിഡ്സ് ആണ്. അപ്പോൾ ഇത് ബേസ് ആണ്. ബേസ് എപ്പോഴാണ് ആസിഡ് ആവുക? ബേസ് H കൊടുക്കുമ്പോഴല്ല, ബേസ് എപ്പോഴാണ് ആസിഡ് ആവുക? H വാങ്ങുമ്പം, H+, വെറും H+, വാങ്ങുമ്പം. അപ്പോൾ ഈ OH- ഒരു H+ വരികയാണ്. OH- ഒരു H+ വരിക. ഓൾറെഡി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, വരുന്ന ആൾ പോസിറ്റീവ്. അപ്പോൾ എന്തായി? ന്യൂട്രലായി. HOH, കാരണം ഒരു H+ വരികയാണ്, ഒരു OH ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താവും നമുക്ക് കിട്ടുന്നത്? HOH. ഈ HOH എന്ന് പറഞ്ഞാൽ എന്താ? H2O. ഇതല്ലേ സംഭവം? H2O. HOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O. അപ്പോൾ OH- ഒരു H+ വന്നു, അപ്പോഴാണ് ആസിഡ് ആവുന്നത്. ആസിഡ്സ് ബേസസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇത് ബേസാണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യണം? ദേ ഷുഡ് ആക്സെപ്റ്റ് 1 പ്രോട്ടോൺ ഇൻ ഓർഡർ ടു ബിക്കം ആൻ ആസിഡ്. So HCO3- ഐ ആം ആഡിങ് 1 H+. അപ്പോൾ ഇവിടെ എന്തായി? ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉള്ള, അപ്പോൾ H+, HCO3-. അപ്പോൾ ഈ പ്ലസും മൈനസും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇതെന്താവും? H2CO3. ക്ലിയർ ആയോ? നെക്സ്റ്റ് HPO4 2-. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓരോ മൈനസിനും പ്ലസിനോട് ഭയങ്കര വാല്യൂ ആണ്. HPO4 2- ഒരു H+ ആഡ് ചെയ്യാണ്. ഒരു H+ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു പ്ലസിന് പകരം ഒരു മൈനസ് അവിടെ നിന്ന് പോകാമല്ലോ. ഒരു പ്ലസ് ഒരു മൈനസും ആയി ന്യൂട്രലായി. അപ്പോൾ എന്തായി? H2PO4-. കാരണം ഒരു H+ഉം ഒരു 2- തന്നെ 2 മൈനസ് ആണ് അല്ലേ. 2- തന്നെ 2 അതിൽ ഒരു മൈനസും ഒരു പ്ലസും പോയി, അപ്പോൾ ഒരു ഇതുണ്ടാവും. അപ്പം HPO4 ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? H2PO4-. ഇനി NH3 ഒരു പ്ലസ് ആണ്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മളിത് ഡിസ്കസ് ചെയ്തു കേട്ടോ. ന്യൂട്രൽ ആയിട്ടുള്ളത്, പ്ലസ് ഒരു മൈനസ് ഉള്ളത്, 2 മൈനസ് ഉള്ളത്. ഇതിലേക്ക് ഒരു H+ വരുമ്പോൾ ഇത് ന്യൂട്രലാണ്. ന്യൂട്രലിൽ കയറിയിട്ട് ഒരു H+ വരുമ്പം NH4+ ആവും. H+ ആണ് വരുന്നത്. ഇനി CH3COOH ഒരു പ്ലസ് വരുന്നത്. ഇതിനല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ CH3. അപ്പം എന്താവും? CH3COOH2+. ഇവിടെ CH4 എന്ന് എഴുതിയേക്കരുത്, കാരണം ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അപ്പം CH3COOH, ഈ Hൻ്റെ അടുത്തേക്ക് ഒരു H+ കൂടെ വന്ന് CH3COOH2+ ആയി. ഇതുതന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ്? അപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ഞാൻ എല്ലാം പറഞ്ഞു തന്നു ഇതിൻ്റെ. അപ്പം ക്ലിയർ ആണല്ലോ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ കോൺജുഗേറ്റ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി കോൺജുഗേറ്റ് bases, I think so. Today we were discussing about the conjugate acids. So next comes our next concept to define acids and bases. It is Lewis concept.
ഈ ഞാൻ +1 +2 ഈ ലെവിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ലെവിസ് എന്നുള്ള ആ പ്രൊനൗൺസിയേഷൻ അങ്ങ് മാറ്റാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ലെവിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടേ, നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പോൾ ലൂയിസ് കോൺസെപ്റ്റ് നിൽക്കുമ്പോൾ ഞാൻ ലെവിസ് എന്ന് പഠിച്ചോളൂ, എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൂയിസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ ചെറുപ്പത്തിൽ പഠിച്ചൊരു കാര്യം ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. സോ ഐ യൂഷ്വലി പ്രൊനൗൺസ് ദിസ് ഇസ് ലെവിസ് ആസിഡ്. ഐ നോ ദാറ്റ് മോസ്റ്റ് പ്രൊനൗൺസ് ഇസ് ലൈക്ക് ലൂയിസ് ആസിഡ്. സോ ഇറ്റ് ഇസ് നിങ്ങൾ എന്താണോ ടീച്ചർ പഠിപ്പിച്ചത് അത് പറഞ്ഞോ, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൂയിസിൻ്റെ പറയാൻ ഒരു ബുദ്ധിമുട്ട്. സോ ദ കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ബൈ ലെവിസ് കോൺസെപ്റ്റ് നല്ലോണം ശ്രദ്ധിച്ചോളൂ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ബ്രോൺസ്റ്റഡ് ലോറിയും ഇതുമാണ് അധികം ചോദിക്കാറ്. അരീനസും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ മൂന്നും ചോദിക്കാം. റൈറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ബേസ്ഡ് ഓൺ അരീനസ്, ലൂയിസ് ആൻഡ് ഇതും ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. അപ്പം വാട്ട് വാസ് ദിസ് ലെവിസ് കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. അക്കോർഡിംഗ് ടു നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, എക്സാം ആകുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം പഠിച്ചത് നമ്മുടെ തലയിലുണ്ടാവും, എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. അപ്പം നമുക്കറിയായിരിക്കും കോൺസെപ്റ്റ്, പക്ഷേ അരീനസ് ഏതാ, ബ്രോൺസ്റ്റഡ് ഏതാ, പിന്നെ ഈ ലെവിസ് ഏതാന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂസ്ഡ്. അപ്പോൾ നിങ്ങൾ ഒറ്റ കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ, എല്ലാം കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി. ആസിഡ്സ് ആർ പ്രോട്ടോൺ. ആസിഡ് എപ്പോഴും H+ കൊടുക്കും. നിങ്ങൾ മനസ്സിലൊരു ആസിഡ് വെക്കുക, HCl, സിമ്പിളായിട്ടൊരു ആസിഡ്, അതിൻ്റെ കയ്യിൽ H ഉണ്ട്, അപ്പോൾ അതൊരു ആസിഡാണ്. അതിൻ്റെ അർത്ഥം എന്താ, ഇറ്റ് ക്യാൻ ഡൊണേറ്റ് H+, ഹൈഡ്രജനെ കൊടുക്കാം, H+ അയോൺ ആയിട്ടേ കൊടുക്കാൻ പറ്റും, H+ കൊടുക്കും. ആ ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് ബാക്കിയൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ എറീനിയസ് എന്തായിരുന്നു പറഞ്ഞത്, ഇത് വെറുതെ പറയുകയാണ്. എറീനിയസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ പറയാം ബേസ് എന്ന് പറയുന്നത് OH- കൊടുക്കുന്ന ആൾക്കാരെയാണ് ബേസ് എന്ന് പറയുന്നത്. ഇതായിരുന്നു എറീനസ് കോൺസെപ്റ്റ്. ഇനി നമ്മുടെ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് ഉണ്ട്. ബ്രോൺസ്റ്റഡ് ലോറി എന്താ പറഞ്ഞതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ബ്രോ ആലോചിച്ചാൽ മതി, ബ്രോയും പ്രോയും. അപ്പം പ്രോട്ടോണിനെ ബേസ് ചെയ്തിട്ടാണ്. ബ്രോൺസ്റ്റഡ് പറഞ്ഞു ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്താ പറഞ്ഞാൽ ലെവിസ്. ഇത് മൂന്നും പറയുന്നത് വെച്ചാൽ എക്സാമിന് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്ലസ് ചാർജിനെ കൊടുക്കുന്ന ആൾക്കാർ. അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒറ്റൊരു കാര്യം, ഒരാൾ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് വാങ്ങാനായിരിക്കും ഇൻട്രസ്റ്റ്? നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലൊരു സാധനം കൊടുത്തിട്ട് മറ്റൊരാൾ നമുക്ക് ഇല്ലാത്ത സാധനം വാങ്ങാനായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ നമ്മൾ പ്ലസ് കൊടുത്തു, നമുക്ക് എന്ത് വാങ്ങാനായിരിക്കും? മൈനസിനെ വാങ്ങാനായിരിക്കും ഇഷ്ടം, അല്ലേ? പ്ലസ് കൊടുത്താൽ എന്തിനു വാങ്ങണം? നമുക്ക് മൈനസ് വാങ്ങണം. നമ്മുടെ കയ്യിലുള്ളതല്ല നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ ചിന്തിക്കുക. ഇതൊക്കെ കോൺസെപ്റ്റ് കെമിസ്ട്രി പരമായിട്ട് ഡിഫറെൻ്റ് ആണ്, പക്ഷെ നമുക്ക് എക്സാമിന് ഓർക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പ്ലസ് കൊടുത്താൽ ആസിഡിന് എന്തിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും? നെഗറ്റീവ് വാങ്ങണം. ഈ നെഗറ്റീവ് നമ്മൾ കെമിസ്ട്രികളുടെ ഭാഷയിൽ എങ്ങനെയാണ്, കെമിസ്ട്രി പഠിക്കുന്നവരുടെ ഭാഷയിൽ എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഇലക്ട്രോൺ. അതാണ് ഇദ്ദേഹം പറഞ്ഞത്. ആസിഡ്സ് എന്താണ്? ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ്. കണ്ടോ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഈ പ്രോട്ടോൺ ഡോണർ എന്ന കോൺസെപ്റ്റ് ഉണ്ട്, എല്ലാം കിട്ടി. ആസിഡ്സ് ആർ ഇലക്ട്രോൺ. കാരണം നമ്മൾ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിൽ എന്താണ് ലെവിസിൻ്റെ വെച്ചിട്ട് ഡോട്ടൊക്കെ വരച്ച് അതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്? ഇലക്ട്രോൺ, അല്ലേ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ വെച്ച്. അപ്പോൾ ഇവിടെയും ഇദ്ദേഹം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്? ഇലക്ട്രോൺ. അപ്പോൾ ലെവിസ് കോൺസെപ്റ്റ് എന്താ പറയുന്നത്? ആസിഡ്സ് ആർ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ്. അപ്പോൾ ബേസ് എന്തായിരിക്കും? ബേസസ് ആർ ഇലക്ട്രോൺ ഡോണേഴ്സ്. മനസ്സിലായ? എളുപ്പമായില്ല? ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൂന്നും തെറ്റില്ലല്ലോ. എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് അക്കോർഡിംഗ് ടു ലൂയിസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസിഡ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ ആൻഡ് ബേസസ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ. ഇനി അറീനിയസ് ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് H+ OH-. ആസിഡ്സ് ആർ H+ ഡൊണേറ്റിംഗ് ആൻഡ് ബേസസ് ആർ OH- ഡൊണേറ്റിംഗ്. ഇനി നമ്മുടെ ബ്രോൺസ്റ്റഡ് ലോറി പ്രോട്ടോണിനെ വെച്ച് മാത്രം അദ്ദേഹം പറയുന്നത് ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിത് പറയണം. നമ്മൾ കഴിഞ്ഞ ലെസണിൽ കഴിഞ്ഞ കോൺസെപ്റ്റ്സിലൊക്കെ കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്, അത് ഇദ്ദേഹം കുറച്ച് തന്നിട്ടുണ്ട്. NH3 ഈസ് എ ബേസ്. ഹൗ യു ക്യാൻ എക്സ്പ്ലെയിൻ ഓൺ ബേസിസ് ഓഫ് ലെവിസ് കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയേണ്ടത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ, NH3 നൈട്രജൻ്റെ വാലൻസി എത്രയാണ്? എല്ലാവർക്കും പറഞ്ഞിരിക്കണം. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. വാലൻസി എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. അപ്പോൾ നമുക്കറിയാം 1s2 2s2 2p3. അപ്പോൾ ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺ ആണ്. ഇതൊക്കെ നമ്മൾ കുറേ തവണ പഠിച്ചു, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്, കൺഫ്യൂഷൻ വരും. 5 ഇലക്ട്രോണിൽ ഇതാ 1 2 3 4 5. കണ്ടോ, ഹൈഡ്രജൻ്റെ കയ്യിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഇവർ ഷെയർ ചെയ്തു. They have formed a bond. Now nitrogen is having a extra electron. It react with H+.
നൈട്രജൻ എന്താണ്? അമോണിയ എന്ന് പറയുന്ന ആൾ H+ ആയിട്ട് ഈ H+ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കയ്യിൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു H+ is called as proton because it is having only one proton, it does not have electron. അതിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല, വെറും പ്രോട്ടോൺ. അപ്പോൾ അതിന് എന്ത് വേണം? എല്ലാവരുടെ ഇഷ്ടം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഹൈഡ്രജൻ്റെ കേസിൽ അതിന് ഒരു ഷെല്ലുള്ളതുകൊണ്ട് ഇറ്റ് നീഡ്സ് 2 ഇലക്ട്രോൺ. ഇത് കയറിയിട്ട് ഇതിൻ്റെ 2 ഇലക്ട്രോൺ ഇതിന് കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇത് 4-6 ഒക്ടറ്റിൽ നിൽക്കുന്ന ആളാണ്. ഇത് നീ 2 ഇലക്ട്രോൺ വന്ന് കൊടുക്കൂല. അപ്പോൾ ഇത് എന്ത് ചെയ്യും? നമ്മൾ കോവലൻ ബോണ്ടിങ്ങിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ബൈ മ്യൂച്വൽ ഷെയറിങ്. അതായത് ഇപ്പം ഒരാൾ 2 പേരും ഒരേപോലെ ഷെയർ ചെയ്യും. ഇപ്പം CH4 കാർബൺ മിഥേൻ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഈക്വലി അവർ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് അവർ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ ഈക്വലി ഷെയർ ചെയ്യാൻ ഹൈഡ്രജൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ നൈട്രജൻ പറയും ഓക്കെ കുഴപ്പമില്ല, ഞാൻ തരാം, പക്ഷെ ഞാൻ തരില്ല, വി വിൽ ഷെയർ. അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ടുകളെ നമ്മൾ പറയും കോർഡിനേറ്റ് ബോണ്ട് അല്ലെങ്കിൽ കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് ആണ്, ബട്ട് ദേ ആർ നോട്ട് purely covalent bond because this is not a mutual sharing of electron. Here only one atom shares it electron. അത് ഷെയർ ചെയ്യും, അത് കൊടുക്കണില്ല, അവരുടെ അടുത്തുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഷെയറിങ്. മനസ്സിലായോ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേറ്റ് ബോണ്ട് ആൻഡ് കോവലന്റ് ബോണ്ട്? കോവലന്റ് ബോണ്ട് മീൻസ് ദ 2 atoms which are forming a bond will be mutually sharing the electron. But in the case of coordinate bond, one molecule or element is sharing its electron. It's not donating or another element is not taking the electron. They are sharing, and such type of bonding is called as coordinate covalent bond or coordinate bond. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് പറയും നമുക്ക് എൻ്റെ 2 ഇലക്ട്രോണിനെ നമുക്ക് ഷെയർ ചെയ്തിട്ട് we can form NH4. എന്താ NH4? ഒരു H+ വന്നുകൊണ്ട് NH4+. ഇപ്പം കണ്ടോ, നൈട്രജൻ്റെ എന്ത് പോയിട്ടില്ല? 8 ഇലക്ട്രോൺ പോയിട്ടുമില്ല, ഹൈഡ്രജന് വേണ്ട 2 ഇലക്ട്രോണും കിട്ടി. ഇനി നിങ്ങൾ ഇതിൽ പറയൂ ആരാണിതിൽ ആസിഡ്, ആരാണിതിൽ ബേസ് എന്നുള്ളത്. അപ്പം നമ്മുടെ ലൂയിസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ആസിഡ്സ് ആർ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ്. ഇയാളല്ലേ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത്. അപ്പോൾ ഇയാൾ എന്താണ്? H+ ഇസ് എൻ ആസിഡ്. അമോണിയ എന്താണ്? ബേസ് ആണ്. കണ്ടോ, NH4+, ഇറ്റ് ഇസ് ഫോമിങ് NH4+. മനസ്സിലായോ? ഇനി വേറെയും പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്താണ് കോർഡിനേറ്റ് ബോണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? എന്താണ് കോർഡിനേറ്റ് ബോണ്ട്? അവർ ഡയറക്റ്റ്ലി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർ ഒരാളെ കയ്യിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ദേ ആർ ജസ്റ്റ് ഷെയറിങ് ദ ഇലക്ട്രോൺ. ദെൻ NH3 ആൻഡ് BF3. ഇതൊക്കെ നിങ്ങളോട് ഇൻഡയറക്റ്റായി ചോദിക്കാം. എക്സ്പ്ലെയിൻ can you identify NH3 and BF3, which is an acid and which is a base? Explain by using Lewis concept. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ്, ഒന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. NH3 ഒറ്റടി ഇങ്ങനെ വരച്ചേക്കുക കേട്ടോ, നമുക്കിങ്ങനെയല്ലേ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലാണ് നൈട്രോജൻ, കാർബണും നൈട്രോജനും ഓക്സിജൻ്റെ ഒക്കെ ആറ്റോമിക് നമ്പർ കമ്പൽസറി ഏത് ഉറക്കത്തിൽ വിളിച്ചാലും നിങ്ങൾ അറിയണം. 6 കാർബൺ ആണ്, 8 ഓക്സിജൻ ആണ്, 7 നൈട്രോജൻ ആണ്. അപ്പോൾ നൈട്രോജൻ 7 ആണ്, അപ്പം 7 നൈട്രോജൻ. അപ്പോൾ നമുക്കിപ്പോൾ വീണ്ടും അറിഞ്ഞപ്പോൾ കാണിച്ചതാണ് 5 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അപ്പോൾ ഒന്നിവിടെ, 2 ഓക്കെ. BF3 ഹൈഡ്രോജൻ, ഹീലിയം, ലിഥിയം, ബേളിയം, ബോറോൺ. ഹൈഡ്രോജൻ, ഹീലിയം, ലിഥിയം, ബേളിയം, ബോറോൺ. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ 5 ആണ്. ഓക്കെ, അപ്പം ആറ്റോമിക് നമ്പർ 5 ആണേ. ആറ്റോമിക് നമ്പർ 5 ആകുമ്പം 1s2, 2s2, 2p1. എത്ര ഔട്ടർ മോസ്റ്റിലുള്ളൂ? 3 ഇലക്ട്രോണേ അവർക്ക് ഔട്ടർ മോസ്റ്റിലുള്ളൂ അല്ലേ. 3 ഇലക്ട്രോൺസ് ആണ് ബാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ പക്ഷേ നോക്കൂ, BF3ക്ക് ഇതാ 3 ഇലക്ട്രോണ് പോയി. അപ്പോൾ ഇതിനോ ഇപ്പോൾ എത്ര ഇലക്ട്രോൺ? 2, 4, 6 ഉണ്ട്. 6 ഇലക്ട്രോൺ. പക്ഷെ അതിന് 2 എണ്ണം കൂടെ കിട്ടിയത് ഹാപ്പിയാണ്. പക്ഷേ നൈട്രോജൻ 2 എണ്ണം ഫ്രീ ആയി കൊടുക്കും? ഒരിക്കലും ഇല്ല. അത് പറയും വേണമെങ്കിൽ തരാം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. എനിക്ക് 2 ഇലക്ട്രോൺ വേണം, നമുക്ക് ഷെയർ ചെയ്യാമെന്ന് പറയും. സോ ദേ വിൽ ഡു, ഈ 2 ഇലക്ട്രോൺ ഇവർ തമ്മിൽ ഷെയർ ചെയ്തിട്ട് ദേ വിൽ ബി ഫോമിങ് എ ബോണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുക വെച്ചാൽ കോർഡിനേറ്റ് ബോണ്ട് ഒരു ആരോ ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ? ദിസ് മോളിക്യൂൾ ഇസ് ഷെയറിങ് ഓർ ദിസ് ആറ്റം ഇസ് ഷെയറിങ് ഇറ്റ്സ് 2 ഇലക്ട്രോൺസ് ടു ബോറോൺ. ബോറോണിലേക്ക് ഇത് 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നു എന്നുണ്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും വിച്ച് ഈസ് എൻ ആസിഡ്, വിച്ച് ഈസ് എ ബേസ്. ആരാണ് ഇതിൽ ആസിഡ്, ആരാണ് ബേസ്? ഇവിടെ BF3 എന്ന് പറഞ്ഞ ആളാണ് എന്ത് വാങ്ങുന്നത്? ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി ആസിഡ് ആൻഡ് ദിസ് ഇസ് ദി
base. Clear ayo? So what is meant by an acid and a base according to Lewis concept? According to Lewis concept, an acid is a substance which can accept a pair of electron, and base is a substance which can donate a pair of electron. We can explain this concept by taking the example of ammonia and BF3. Ammonia is having 5 electrons in the valence shell, and BF3 is having, or BF3 forms bonding with 3 fluorine atom. Ammonia can give its a pair of shell electron to boron, or ammonia will share its a pair of electron with BF3, and BF3 accept this pair of electron from ammonia. Thereby, BF3 act as an acid and ammonia act as a base. Clear alle? Full mark കിട്ടിയില്ലേ ആ ക്വസ്റ്റ്യൻ്റെ? ഇനി അപ്പോൾ എന്താ പ്രശ്നം? ഇനി ലെവിസിന് എലിമെൻസിന്, അതായത് നമ്മുടെ ഈ ആസിഡ്സിനെയും ബേസസിനെയും കുറച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ബേസ്ഡ് അപ്പോൺ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അവരുടെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ലിവിസിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. സം സ്പീഷീസ് ദറ്റ് ക്യാൻ ബി ആക്ട് ആസ് ലിവിസ് ബേസസ്. ലിവിസ് ബേസസ് ആയിട്ട് ആർക്കൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് ലിവിസ് എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇപ്പോൾ ലിവിസ് ബേസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിവിസ് പറയാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ക്യാൻ ആക്ട് ആസ്, or negatively charged elements, negatively charged ions or molecules can act as Lewis bases. എന്തുകൊണ്ടാ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ക്യാൻ ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലേ? അതിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പം നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. അപ്പം F മൈനസ്, Cl മൈനസ്, OH മൈനസ്, Cn മൈനസ്, these all can act as Lewis bases. Question, എന്താണ് H പ്ലസ് N2 OH മൈനസ് ഇൻ ദിസ് വിച്ച് ക്യാൻ ആക്ട് ആസ് എ ലിവിസ് ബേസിസ്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ആക്ട് ചെയ്യുക? ഒന്നുമില്ല, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ക്യാൻ ഈസിലി ആക്ട് ആസ് എ ലിവിസ് ബേസിസ് ബിക്കോസ് ദി ക്യാൻ ഡയറക്ട്ലി ഡൊണേറ്റ് ഇറ്റ്സ് പെയർ ഓഫ് ഇലക്ട്രോൺ, കാരണം എക്സ്ട്രാ ഉണ്ടല്ലോ ഇലക്ട്രോൺ. ഇനി ന്യൂട്രൽ പാർട്ടിക്കിൾസ്, ന്യൂട്രൽ സ്പീഷീസ് which are having a lone pair of electron, നമ്മൾ നേരത്തെ കണ്ടില്ല അമോണിയ, ന്യൂട്രൽ സ്പീഷീസ് ഹാവിങ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ക്യാൻ ആക്ട് ആസ് ബേസിസ്, കാരണം അവരുടെ കയ്യിൽ വെറുതെ കിടക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. എക്സാമ്പിൾ നമ്മുടെ NH3, ROH 2 കാണാം. ഈ ഓക്സിജനിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് കിടക്കുന്നുണ്ട്. അമോണിയയിൽ നമുക്കറിയാം 2 ഇലക്ട്രോൺ എക്സ്ട്രാ കിടക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ഈസിലി ഡൊണേറ്റ് ദ ഇലക്ട്രോൺസ്, സോ ദേ ക്യാൻ ആക്ട് ആസ് ലൂവിസ് ബേസിസ്. നെക്സ്റ്റ് അപ്പോൾ ലൂവിസ് ബേസിസ് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, അദ്ദേഹം ടു ടെൽ വിച്ച് ഓൾ സ്പീഷീസ് ക്യാൻ ആക്ട് ആസ് എൻ ആസിഡ്. ഇനിയും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏതൊക്കെയായിരിക്കും? ദേ ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ H+, NH4+, these all which have a tendency to accept, they have a tendency to accept electron Fe2+, Cu2+, these all can act as acids. പിന്നെ molecules of the atom which have incomplete octet, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. AlCl3, നേരത്തെ പഠിച്ച BF3, FeCl3, ഇവർക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒക്ടറ്റ് ഉള്ള മോളിക്യൂൾസിനൊക്കെ എന്തിന് ടെൻഡൻസി ഉണ്ട്? ദേ ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ. ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഷെയർ ചെയ്തിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ ദിസ് വാസ് എസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് പിന്നെ അതേപോലെ മോളിക്യൂൾസ് വിച്ച് ആർ ഹാവിങ് എംപ്റ്റി ഡി ഓർബിറ്റൽ. ഈ എംപ്റ്റി ആയിട്ടുള്ള ഡി ഓർബിറ്റലുള്ള എലിമെൻറ്റ്സിന് they have a tendency to accept a pair of electron and thereby increasing its octet configuration increase ചെയ്യാൻ പറ്റുന്ന എലിമെൻറ്റ്സിനും എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും? ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രോട്ടോണെ കൊടുക്കുന്നു, പ്ലസ് കൊടുത്താൽ തിരിച്ചെന്ത് വാങ്ങും? ഇലക്ട്രോൺ ആരാണ് വാങ്ങുക? അതായത് പ്ലസ് ചാർജ് ഉള്ള ആൾക്കാർ. ദേ ഹാവ് എ ടെൻഡൻസി ടു അട്രാക്ട് എ നെഗറ്റീവ് ചാർജ്. പിന്നെ AlCl, അതായത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് സെൻട്രൽ ആറ്റത്തിന് കംപ്ലീറ്റ് ഒക്ടറ്റ് കിട്ടാത്ത AlCl3, BF3, FeCl3, അവർക്കൊക്കെ എന്തുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേപോലെ വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉള്ള എലിമെൻറ്റ്സ് ഓൾസോ ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ, ദെർബൈ ഇൻക്രീസിങ് ദെയർ ഒക്ടറ്റ്. അവരെ ആ ഒരു ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള അവർക്കും പോസിബിൾ ഉണ്ട്. പിന്നെ അപ്പോൾ ഡ്രോബാക്ക് ഉണ്ടാവുമല്ലോ ലെവിസ് കോൺസെപ്റ്റിന്. ഡ്രോബാക്ക്, ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ അറിയോ? ഇവരുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഓൾമോസ്റ്റ് ഓൾ ദി കോമ്പൗണ്ട്സ് വിച്ച് ഫോം കോർഡിനേറ്റ് ബോണ്ട് ആർ ആസിഡ്സ് ആൻഡ് ബേസസ്. അതല്ലെങ്കിൽ ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് മാത്രമാണ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ദ കോൺസെപ്റ്റ് ബിക്കോസ് മെനി കോമ്പൗണ്ട്സ് വിച്ച്
Form coordinate bond are neither acids or bases, and not only that, many acids which we know are not coordinately bond, they are ionic bond ആയിട്ടുള്ള compounds ഒക്കെ ഇല്ലേ നമുക്കറിയുന്നത്. ഇപ്പം HCl എന്താണ്, നമുക്ക് ഇതാണോ എന്താണ് കോർഡിനേറ്റ് ബോണ്ട് ആണോ? അല്ല, H2SO4. So there are many compounds which are formed without coordinate bonds are acids and bases, and many coordinately bond compounds are not acids or bases. ആ ഒരു കോൺസെപ്റ്റ് അപ്പം തന്നെ അവിടെ ഫ്ലോപ്പ് ആയിപ്പോയി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് concept is general. Okay. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ലെവിസ് കോൺസെപ്റ്റ് ജനറലി കൺസിഡർ അബൌട്ട് ദ കോർഡിനേറ്റ് ബോണ്ട് മാത്രമല്ല ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മെനി മോളിക്യൂൾസ് ലൈക്ക് HCl, H2SO4 ഡു നോട്ട് ഫോം കോർഡിനേറ്റ് ബോണ്ട്. പിന്നെ ആസിഡ് ബേസ്ഡ് റിയാക്ഷൻസ് ആർ യൂഷ്വലി വെരി ഫാസ്റ്റ്. ഇപ്പോൾ NH3 BF3 നമ്മൾ കൺസിഡർ ചെയ്തു, ഒരാൾ ആസിഡ് ആണ് ബേസ്ഡ്. യൂഷ്വലി ആസിഡ് ബേസ്ഡ് റിയാക്ഷൻസ് ആർ വെരി ഫാസ്റ്റ്. പക്ഷേ ഈ ഒരു കോർഡിനേറ്റ് ബോണ്ടിൽ വരുന്ന ആസിഡ് ബേസ്, അതായത് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പ്രോസസ്സാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ബേസ്ഡ് റിയാക്ഷൻ എന്നുള്ളത്, ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ എന്തായി പോവാണ്, തെറ്റിപ്പോവാണ്. സോ ആസിഡ് ബേസ് usually their reaction are very fast, but the formation of coordinate bond is very slow. Hence it is not fit for the acid base concept. ആ ഒരു ആസിഡ് ബേസ് കോൺസെപ്റ്റിന് ഈ ഒരു റൂൾ എന്താവുന്നില്ല, ഫിറ്റ് ആവുന്നില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു ലെവിസ് കോൺസെപ്റ്റിൻ്റെ ഡ്രോബാക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? എന്താണ് ലെവിസ് കോൺസെപ്റ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്, ആരൊക്കെയാണ് ലെവിസ് ആസിഡ്സ്, ആരൊക്കെയാണ് ലെവിസ് ബേസസ്, പിന്നെ എന്താണ് ഡ്രോബാക്ക്. ക്ലിയർ ആയോ? ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഒരു ചെറിയൊരു ഇൻട്രോ പറയുന്നത് എന്താ വെച്ചാൽ, ഇനിയിപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇനി നമുക്കുള്ളത് അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്, അത് കഴിഞ്ഞിട്ട് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ, pH സ്കെയില്, പിന്നെ അവർ പറയുന്നുണ്ട് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ്, പിന്നെ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാനത് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് എളുപ്പത്തിൽ പഠിക്കുന്ന രീതിയിൽ ഞാനൊന്ന് മിക്സപ്പ് ചെയ്യുന്നുണ്ട്. പോർഷൻസ് എന്നാൽ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് മിക്സപ്പ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഒന്നെടുത്ത് അവിടെ ഒന്നെടുത്ത് അങ്ങനെയല്ല, ഞാൻ അവിടെ ഇവിടെയൊക്കെ ഉള്ളത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ക്ലാസ് കാണുമ്പോൾ ഒരു ചെറിയൊരു കെമിസ്ട്രിക്ക് ഒരു നോട്ട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്താ പറയുക, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എല്ലാം എഴുതണ്ട, അതിൽ ആവശ്യമുള്ള കുഞ്ഞു പോയിൻറ്റ്സ് ഉണ്ട്, അത് മാത്രമേ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സപ്പായിട്ട് നിങ്ങൾക്കും കൺഫ്യൂസ്ഡ് ആയി, ഞാൻ എന്താ എടുത്തതെന്നും ടെക്സ്റ്റിൽ എന്തായിരിക്കണതും കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ടെക്സ്റ്റ് വായിച്ചാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ഞാൻ 7.11 ഇട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലെ കോൺസെപ്റ്റിൻ്റെ ഹെഡിങ്ങിൽ 7.11 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ കോൺസെപ്റ്റ് ഞാൻ എവിടുന്ന് എടുക്കുന്നത്. നല്ലോണം ശ്രദ്ധിച്ചോളൂ, സിമ്പിളാണ്. ടെക്സ്റ്റ് കാണുമ്പോൾ അയ്യോ തോന്നുന്ന കാര്യം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സോ അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഡിഫറെൻറ്റ് ആസിഡ്സ് ഹാവ് ഡിഫറെൻറ്റ് സ്ട്രെങ്ത് അല്ലേ? എല്ലാ ആസിഡ്സിനും ഒരേ സ്ട്രെങ്ത് ആണ്? HClൻ്റെ പോലത്തെ സ്ട്രെങ്ത് ആണോ ഫോർമിക് ആസിഡ് അല്ലെങ്കിൽ അസിറ്റിക് ആസിഡ്? നോ, ദേ ഹാവ് ഡിഫറെൻറ്റ് സ്ട്രെങ്ത്. വാട്ട് അബൌട്ട് ദ ബേസസ്? ഡിഫറെൻറ്റ് ബേസസ് ഹാവ് ഡിഫറെൻറ്റ് സ്ട്രെങ്ത്. ഈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പവർഫുൾ ആസിഡാണോ? HCl, H2SO4 ഒക്കെ പണ്ടേ ഞങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞ എപ്പോഴും എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. H2SO4 സ്ട്രോങ് ആണ് മനസ്സിലാവും, വെറുതെ കുറച്ചെടുത്ത് കയ്യിൽ വെച്ചാൽ മതി, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉറ്റി വീഴുന്നത് കാണാം. ദാറ്റ് മീൻസ് നമ്മുടെ ഹാൻഡ് വരെ അത് തുളച്ചു സ്ട്രോങ് ആയിട്ടുള്ള H2SO4. അത് വെച്ചിട്ട് പോയി ചെയ്തോ കരുതേ, കയ്യിൻ്റെ കാര്യം പോക്കാം, ഒന്നും നോക്കാണ്ടാവില്ല. അപ്പം വെറുതെ തമാശയ്ക്ക് പറയുന്നത്, കാരണം H2SO4 ഇസ് ഹൈലി സ്ട്രോങ് ആസിഡ്സ് ആണ്. ഇതൊക്കെ കിങ് ഓഫ് ആസിഡ്സ് അല്ല. ഇതൊക്കെ കയ്യിൽ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓട്ടയിൽ ഇങ്ങനെ പോരുന്നത് കാണാൻ മീൻ അത്രയും പവർഫുൾ. അത് വിചാരിച്ചിട്ട് നമ്മൾ ഫോമിക് ആസിഡ്, സ്ട്രോങ് അസിറ്റിക് ആസിഡൊക്കെ സ്ട്രോങ് തന്നെയാണ് കേട്ടോ, ഡയറക്റ്റ് കൈ കൊണ്ടൊന്നും പോയി പിടിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ H2SO4ൻ്റെ അത്രയില്ല. അപ്പം നമ്മളിപ്പോൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വിനേഗർ, ഇറ്റ്സ് അസിറ്റിക് ആസിഡ്, പക്ഷേ വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള എമൗണ്ട് ആട്ടോ അതൊക്കെ. അപ്പം ഈ H2SO4 ഡൈല്യൂട്ട് ചെയ്താൽ പോലും നിങ്ങൾക്കറിയാം, ലാബിലൊരു ഇത്തിരി എക്സ്പെരിമെൻറ്റൊക്കെ കയ്യിലായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല രസമാണ് കാണാൻ. കൈയൊക്കെ ഇങ്ങനെ ലാബിൽ കയറിയവർക്കറിയാം, കൈയൊക്കെ ഫുള്ള് നമുക്കറിയാം പെട്ടെന്ന് തന്നെ ബേൺ ആയിട്ടും കാര്യങ്ങൾ. അപ്പോൾ വി ഷുഡ് ബി വെരി കെയർഫുൾ വിത്ത് ഓൾ ദ ആസിഡ്സ്. എല്ലാം ഹൈലി പവർഫുൾ ആണോ എന്ന് നോക്കിയാൽ നമ്മുടെ ബോഡിക്ക് എല്ലാം പവർഫുൾ, ഏത് ആസിഡ് എടുത്താലും. അപ്പം ഡിഫറെൻറ്റ് ആസിഡ്സ് ആർ ഹാവിങ് ഡിഫറെൻറ്റ് പവർ, ദാറ്റ് ഈസ് സ്ട്രെങ്ത്. സോ many way we can explain this strength of an acid. Arrhenius has defined the strength of an acid by just giving that whenever an acid dissolved in an aqueous solution, if it completely dissociates or completely ionizes, then that acids are known as strong acid. Arrhenius ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞത്, എപ്പോഴെങ്കിലും ഒരു ആസിഡിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ സ്ട്രോങ് ആസിഡ്സ് എന്നും, ബേസിസിനെ എങ്ങനെയാണ് പറയുക? വെൻ എ ബേസ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ടു ഗിവ് ദ കറസ്പോണ്ടിങ് അയൺ, ദെൻ ദേ ആർ കോൾഡ് ആസ് സ്ട്രോങ് ബേസിസ്.
അപ്പം എന്താണ് വീക്ക് ആസിഡ്? വീക്ക് ആസിഡ്സ് ഓർ വീക്ക് ബേസസ് ആർ ദോസ് വിച്ച് ഡസ് നോട്ട് കംപ്ലീറ്റ്ലി അയണൈസസ് ഇൻ വാട്ടർ. കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യില്ല. But there exists an equilibrium between the unionized and the ionized ions. Unionized ആയിട്ടുള്ള മോളിക്യൂളും അയണൈസ്ഡ് ആയിട്ടുള്ള അയോണും, അതാണല്ലോ നമ്മുടെ അയണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഹീ ജസ്റ്റ് ഗിവ് എ ക്വാളിറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ, ഒരു ക്വാളിറ്റി വെച്ചിട്ട്, അതായത് ഒരു വെള്ളത്തിൽ ഒരു ആസിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ അത് അയണൈസ് ചെയ്യണത് സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അത് അത്ര ഡിസോൾവ് ചെയ്യാതെ പകുതി അയണൈസ് ചെയ്യുകയാണെങ്കിൽ അത് വീക്കാണെന്നൊക്കെയുള്ള കോൺസെപ്റ്റ്. ബട്ട് ഇറ്റ് യൂസ് എ ക്വാളിറ്റേറ്റീവ് എക്സ്പ്ലെയിൻ. ബട്ട് വി നീഡ് എ ക്വാണ്ടിറ്റി. നമ്മൾ കെമിസ്ട്രിയിൽ ഒരിക്കലും ലുക്ക് നോക്കിയിട്ടല്ല ആൻസർ പറയാം. വി ഹാവ് ടു ഗെറ്റ് ദി ആൻസർ ഫോർ ദാറ്റ് അല്ലേ. അതിപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ വേണം. അല്ലാതെ ഇപ്പം നമ്മളിപ്പം ഒരാളും സ്വഭാവം അവരെ പെട്ടെന്ന് കാണുമ്പോൾ നല്ല ആളാണെന്ന് നമ്മൾ മുഖത്ത് നോക്കി പറയും. പക്ഷേ ശരിക്കും അറിയണമെങ്കിൽ അവരെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം, അപ്പോഴല്ലേ റിയൽ ക്യാരക്ടർ അറിയുള്ളൂ. അതേപോലെ തന്നെയാണ് ആസിഡിൻ്റെ സ്ട്രെങ്ത്. വെറുതെ വെള്ളത്തിലിട്ടിട്ട് അത് ഡിസോസിയേറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് അത് സ്ട്രോങ്. നോ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് സ്ട്രെങ്ത് ഇറ്റ് ഇസ് മോർ, ഓർ ഹൗ കമ്പയർ ടു ദീസ് ടു വീക്ക് ആസിഡ്, വിച്ച് വൺ ഇസ് ഗ്രേറ്റ് ഓർ വിച്ച് വൺ ഇസ് സ്ട്രോങ്, അതൊക്കെ നമുക്ക്. For that we have to understand some more concept, that is ionization constant of acids and bases. Next concept അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണ് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് കംസ് ദി അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. വെരി സിമ്പിൾ. ഇതൊന്നും നമുക്കിനി സിമ്പിൾ കേസ്. കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അപ്പോൾ ഈ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ഇറ്റ്സ് മെയിൻലി, ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വീക്ക് ആസിഡ്സിൻ്റെയും വീക്ക് ബേസിൻ്റെയും കേസസിലാണ്. കാരണം ഈ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് സ്ട്രോങ് ബേസസ്, ഈ ഒരു കോൺസെപ്റ്റിൽ എല്ലാവരുടെയും സ്ട്രെങ്ത് ഹൈ ആയിരിക്കും. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ഡിസ്റ്റിങ്വിഷ് ദിസ് സ്ട്രോങ് ആസിഡ്. സോ ബെറ്റർ ഫോർ ദിസ് വി ആർ യൂസിങ് ദിസ് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഇസ് മെയിൻലി ഫോർ വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസ്. സോ വി ആർ കൺസിഡറിങ് എ ജനറൽ എക്സാമ്പിൾ. വേണ്ട, ജനറലി വേണ്ട, നമുക്ക് നമ്മുടെ എസിറ്റിക് ആസിഡ് എടുക്കാം. CH3COOH ionizes to give H2O. When dissolved in water, it will produce CH3COO minus plus H3O plus. ഈ H3O plus എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു H+ പോകും. H+ന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ റെഡിലി കമ്പൈൻ വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് H3O plus and CH3COO minus. ഇനി നമ്മൾ ഇവരുടെ എന്താണ് ഇക്വിലിബ്രിയത്തിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നിങ്ങൾക്കറിയാമല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രോഡക്റ്റ് ഓഫ് ദി concentration of the product raised to their stoichiometric value divided by the product of the concentration of the reactant raised to their stoichiometric value. ഇതൊക്കെ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ഇതും CH3COO മൈനസ് H3O പ്ലസ് divided by CH3COOH into H2O. ഇനി നമ്മളിവിടെ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇത് വാട്ടർ പ്യൂർ ലിക്വിഡ് ആണ്. The concentration of a pure liquid or a solid is found to be always constant and it is taken as unity. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അയണൊക്കെ പ്യൂർ ആണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ 1 ആക്കി എടുത്ത കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതെന്താവും? K is equal to CH3COO minus into H3O plus divided by CH3COOH, and this is ഇവിടെ H2O1 and this is known as the ionization constant of acid. Ionization constant of acid, KAA is the subscript K ൻ്റെ താഴെ, and this represent the ionization constant of acid. അപ്പോൾ ഇതാണ് ആസിഡിൻ്റെ ionization constant. This is the product concentration of the concentration of the product divided by the product of the concentration of the reactant ആണ്. ഇവിടെ H2O constant ആയതുകൊണ്ട് we have taken this. ക്ലിയർ ആവുന്നുണ്ട്? ഇതൊക്കെ സിമ്പിൾ ആണ്. Magnitude of this constant is very important. If the greater the magnitude of this value, greater will be the strength of acid. ഈ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടി. പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അയണൈസ് ചെയ്യും. ആരാണ് നല്ലോണം അയണൈസ് ചെയ്യുക? നമുക്കറിയാം സ്ട്രോങ് ആസിഡാണ്. അപ്പം ഇതിൻ്റെ വാല്യൂ നോക്കിയാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ആൻ ആസിഡ് ഇസ് സ്ട്രോങ് ഓർ വീക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ബട്ട് യൂഷ്വലി പ്രശ്നം എവിടെ വെച്ച് വെച്ചാൽ ഈ ഒരു അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് നമ്മൾ സ്ട്രോങ് ആസിഡ്സ് എടുക്കുമ്പം നമുക്ക് അത് എല്ലാത്തിനും ക്വൈറ്റ് ഹൈ വാല്യൂ ഇരിക്കും. സോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ഡിസ്റ്റിങ്വിഷ് സ്ട്രോങ് ആസിഡ്. ബട്ട് ഇറ്റ് ഇസ് വെരി ആപ്ലിക്കബിൾ ഫോർ വീക്ക് ആസിഡ്. വീക്ക് ആസിഡ്സിൻ്റെ കേസിൽ ഈ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വെരി യൂസ്ഫുൾ ആണ്.
പിന്നെ എന്താണ്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇതാണ് അയണൈസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഓരോ സാധനവും. അപ്പോൾ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബേസസ് എന്തായിരിക്കും? നമുക്കറിയാം ബേസും സ്ട്രോങ് ആയിട്ടുള്ള ബേസസ് ഉണ്ട് അല്ലേ. അമോണിയ പോലത്തെ സ്ട്രോങ് ബേസസ് ഉണ്ട്. അപ്പം നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് ബേസസ് അപ്പോൾ നമ്മൾ ജനറലി കൺസിഡർ ചെയ്യുക BOH എന്ന് പറഞ്ഞൊരു ജനറൽ ബേസ് കൺസിഡർ ചെയ്യുമ്പം ഇതൊരു വീക്ക് ബേസ് ആണെങ്കിൽ നമുക്കറിയാം B++OH- ആയിരിക്കും. ഒരു സ്ട്രോങ് ആസിഡ് ബേസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരൊറ്റ ആരോ ഇട്ടാൽ മതി. അതിൻ്റെ അർത്ഥം എന്താ? completely ionize ചെയ്യുന്നുണ്ട്. Here it is a strong base, so it is completely ionizing. But in the case of a weak base, there exists an unionized ആയിട്ടുള്ള ഇയാളും ഉണ്ടാവും, അയണൈസ് ആയിട്ടുള്ള ഇയാളും ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? ഇവർ തമ്മിലൊരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യും. So we can write the K equilibrium for this is the product of the concentration of the product divided by the product of the concentration of the reactant. ഇവിടെ എന്തായിരിക്കും നമുക്കറിയാം? ദിസ് ഇസ് എക്സ്പ്ലെയിൻഡ് ബൈ എ ന്യൂ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇസ് KB. KB ഇസ് നോൺ ആസ് ദി അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബേസ് which is given by B into OH-. Here also the same thing, that's the magnitude of KB have a great influence on the basic nature of the given solution. If KB is very high, it means that the bases are very strong. So we can use an identification by using this, or we can identify which is a strong base and which is a big base by using the value of KB, and this is known as the ionization constant of base or dissociation constant of base. Very important ആണ് KA എന്താ KB എന്താ. ക്ലിയർ ആയോ? ശ്രദ്ധിച്ചോളൂ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ട് the KA, that is ionization constant of an acid, that is acetic acid is 1.8 into 10⁻⁻⁵, and the ionization constant of HCN, hydrogen cyanide, is 4.5 into 10⁻⁻7. which is stronger? How you can explain it? ഏതാണ് സ്ട്രോങ് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക, ഇത് 1.8 into 10⁻⁻5 ആണ്, 4.0 into 10⁻⁻7. ഇത് 10⁻5 ആണ്, ഇത് 7 ആണെന്ന് വിചാരിച്ചിട്ട് എന്നാൽ 7 ഉള്ളത് കിടക്കട്ടെ വലുത്, അതല്ല. ദിസ് ഇസ് 10⁻⁻5. 10⁻⁻5 എന്ന് പറഞ്ഞാൽ 1.8 ഡിവൈഡഡ് ബൈ 5 0 1 2 3 4 5, ഇത് താഴെ 7 0 ആണ്. അപ്പോൾ 0.0000 അതാണല്ലോ അതിൻ്റെ ഒരു കണക്ക്. അപ്പം ഇതിലേതാണ് സ്ട്രോങ്ങർ? ഏതിൻ്റെ വാല്യൂ കൂടുതലുള്ളത്? 1.8. ഇത് 0.2 ഡെസിമൽ പിന്നോട്ടാണ്. അപ്പോൾ ഇത് വളരെ കുറവാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ KAA ഓഫ് അസറ്റിക് ആസിഡ് ഇസ് greater the value of KA, greater will be the ionization and stronger will be the acid. അപ്പോൾ ഇവിടെ അസറ്റിക് ആസിഡ് ഇസ് മോർ സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ഓഫ് HCN. അപ്പോൾ ഞാനൊരു ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ, കാരണം ഒരു മാർക്ക് പോലും എൻ്റെ കുട്ടികൾക്കാർക്കും പോകരുത്. അപ്പോൾ അടുത്തത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. എന്താണെന്ന് നോക്കിക്കോളൂ. നമ്മൾ ഈ അയണിക് ഇക്വിലിബ്രിയത്തിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ അയണൈസേഷൻ. അത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പേടിക്കേണ്ട, ഞാൻ തന്നെ പ്രോബ്ലംസ് ഈസി ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളിപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പിന്നോട്ടായിട്ടൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ നിങ്ങളത് ഇരിക്കാതെ എവിടെയെന്നൊന്ന് വിചാരിക്കണം. പക്ഷേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്, പക്ഷെ അത് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓർ ഡിഗ്രി ഓഫ് അയണൈസേഷൻ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൽഫ. എന്താണ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ? വി നോ ദാറ്റ് ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നതൊക്കെ വീക്ക് ആസിഡ് വീക്ക് ബേസിൻ്റെ കാര്യം, കാരണം സ്ട്രോങ് ആൾക്കാർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദ സ്ട്രെങ്ത് ഓഫ് ദ വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. അപ്പോൾ നമ്മളെല്ലാം കൺസിഡർ ചെയ്യുന്നത് ഇനി വീക്ക് ആസിഡ് വീക്ക് ബേസ് കോൺസെപ്റ്റിലേക്കാണ്. സോ വെൻ എ വീക്ക് ആസിഡ് which is dissolved in water, we know that some part it get partially dissociated and there will be an equilibrium existing between the unionized and the ionized ആയിട്ടുള്ള ions ആയിട്ടും ഒരു equilibrium exist ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ഒരു ഡിഗ്രി, എത്ര ഡിഗ്രിയിൽ ഡിസോസിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ഡിഗ്രി അയണൈസ് ചെയ്തു. നമ്മളിപ്പോൾ മാത്തിലൊക്കെ എത്ര ഡിഗ്രി പോയി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഫിസിക്സിൽ നിങ്ങളിങ്ങനെ സ്റ്റോണൊക്കെ അറിയുമ്പോൾ ഡിഗ്രി അതൊക്കെ നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ ഇതിൽ എത്ര ഡിഗ്രി ഡിസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, എത്ര അളവിൽ, അതായിരിക്കും ശരിക്കും കണക്ക്. ദാറ്റ് ഈസ് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. ഇറ്റ് ഈസ് ദി fraction of total amount of acid or base that exist in the ionized form.
എത്ര ഫ്രാക്ഷൻ, എത്ര എമൗണ്ട് ഓഫ് ആസിഡ്സ്, അതായത് ആസിഡ് അല്ലെങ്കിൽ ബേസ് അയണൈസ് ചെയ്ത് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, ആ ഒരു ഡിഗ്രി, ആ ഒരു എക്സ്റ്റെൻറ്റിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട്, ഫ്രാക്ഷൻ ഓഫ് ദി ഇത് എഴുതി വെച്ചോളൂ കേട്ടോ നോട്ടിൽ, total amount of acid or base that exist in the ionized form. അല്ലെങ്കിൽ നമുക്ക്, and it is usually represented by a letter alpha. ഇനി ഫ്രാക്ഷൻ, ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ ആണ് ദി ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി ആസിഡ്സ് ഓർ ബേസസ്. ഇലക്ട്രോലൈറ്റ് എന്താ നമ്മൾ ആദ്യം പഠിച്ചു, which ionizes into ions. അതായത് what is meant by degree of dissociation or ionization? Degree of dissociation or ionization is defined as the fraction of total number of molecules of an electrolyte. Total number of molecules of an electrolyte can be an acid or a base which ionizes into ions. ഇനി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം അവർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എടുത്തു, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് എൻ ആസിഡും ബേസും എടുത്തു, അതിൽ നിന്ന് നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാം. ഇനി വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻ ടേംസ് ഓഫ് ഫോർമുല? ഇറ്റ് ഇസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് വിച്ച് അയണൈസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഓർ ടോട്ടൽ നമ്പർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മളൊരു ജനറൽ റിയാക്ഷൻ കണ്ടുവയ്ക്കുകയാണ്. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ, ഒരു വീക്ക് ആസിഡിൻ്റെ റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? വി ആർ കൺസിഡറിങ് എ ജനറൽ വീക്ക് ആസിഡ് HA gives, HA എന്ന് പറഞ്ഞാൽ പോരല്ല, വീക്ക് ആസിഡ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, HA പ്ലസ് H2O gives H3O പ്ലസ് പ്ലസ് A മൈനസ്. ഇപ്പോൾ HCl അത് സ്ട്രോങ് ആയിപ്പോയി. CH3COOH ആകുമ്പം CH3COO മൈനസ് പ്ലസ് H3O പ്ലസ്. അതിന് പകരം ജനറൽ ഇക്വേഷൻ എഴുതിയത്. നമ്മൾ നോക്കുക, ഇതിൻ്റെ ലെറ്റ് 1 ബി ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് HA. ദെൻ നമുക്കറിയാം ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ ഇത് 0 ആയിരിക്കും. അപ്പം ഇഫ് ആൽഫ ഇസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, നമുക്കറിയാം 1 മൈനസ് ആൽഫ വിൽ ബി ഡിസോസിയേറ്റഡ്, ഇറ്റ് വിൽ ബി ആൽഫ. ഇത് ഇക്വിലിബ്രിയത്തിലാണ്. If ഈ 1ന് പകരം I'm taking, if C is the concentration, then I can write it here, or C into 1 minus alpha, or C into alpha, C alpha. ഇതായിരിക്കും നമ്മുടെ ഇക്വിലിബ്രിയത്തിലുള്ള കോൺസ്റ്റന്റ്. ദാറ്റ് if C is the concentration, then at equilibrium C into 1 minus alpha will be the dissociated. Alpha is the degree of dissociation. അത്രയും അതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. C alpha. ഇനി എനിക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓർ ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് എൻ ആസിഡ് ഇസ് ഗിവൺ ബൈ ദി പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്, ദാറ്റ് ഇസ് H3O ഇൻറ്റു A മൈനസ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് HA. ഞാൻ പിന്നെ ഇവിടെ H2Oൻ്റെ കോൺസെൻട്രേഷൻ എഴുതണോ? വേണ്ട. ദ കോൺസെൻട്രേഷൻ ഓഫ് എ പ്യൂർ ലിക്വിഡ് ഇസ് ഓൾവേസ് ടേക്കൺ ആസ് യൂണിറ്റി. അപ്പം ഇനി നോക്കാം, C alpha into C alpha divided by C into 1 minus alpha, that is equal to C square alpha square divided by C into 1 minus alpha, that is equal to ECയും പോയി കഴിഞ്ഞാൽ C alpha square divided by 1 minus alpha, that is Ka is equal to C alpha square divided by 1 minus alpha. Okay? ഇനി ഞാൻ പറയുകയാണ്, ഫോർ എ വീക്ക് ആസിഡിന് ഈ ആൽഫ എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് വാല്യൂ. വാട്ട് ഈസ് ആൽഫ? ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എത്ര അയണൈസ് ചെയ്തു അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് അയോൺസ് ഉണ്ട്. പക്ഷേ ഈ വീക്ക് ആസിഡിൻ്റെ കേസിൽ അത് വളരെ കൊച്ചു വാല്യൂ ആണ്. സോ വി ക്യാൻ നെഗ്ലക്ട് ദിറ്റ് ആൽഫ. ഈ ആൽഫേനെ അങ്ങ് നമുക്കങ്ങ് ഒഴിവാക്കാം. അപ്പം എന്താവും? Ka is equal to C alpha square. കാരണം ഇതിനെ നമ്മൾ യൂണിറ്റ് ആക്കിയിട്ട് വളരെ ചെറുതായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഡിനോമിനേറ്റർ നമ്മൾ അങ്ങ് ഒഴിവാക്കി വെച്ചു. സോ എന്താ? Ka is equal to C alpha square. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഓർ ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു Ka by C ആണല്ലോ. ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു Ka by C, ഓർ ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Ka by C. എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻ ടേംസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ആസിഡ്? ആൽഫ ഇസ് ഈക്വൽ ടു Ka by C. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോളൂ. ഇതിങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ, കാരണം പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. സോ പ്ലീസ് ഇതൊന്ന് നിങ്ങളൊരു പേജിലേക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ക്ലിയർ ആയോ? എങ്ങനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വിച്ച് വി ക്യാൻ ഡിറൈവ് ഫ്രം
അയണൈസേഷൻ കോൺസ്റ്റൻറ്റ്. ഇത് അയണൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഇത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇത് രണ്ടാണ്. അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ദി പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ. അതെന്താണ് ശരിക്കും? ദാറ്റ് ഈസ് ദി അയോൺസ് വിച്ച് ആർ ഇൻ ഇക്വിലിബ്രിയം. അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ആസിഡും ഡിസോസിയേറ്റഡ് ആയിട്ട് അയണൻസ് തമ്മിലുള്ള ഇക്വിലിബ്രിയം. ഇത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എത്ര അയോൺസ് പ്രൊഡ്യൂസ് ചെയ്തു അയണൈസേറ്റ് ചെയ്യുമ്പം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഇത് എന്തിനാ ഒഴിവാക്കി വെച്ചാൽ ഫോർ എ വീക്ക് ആസിഡ് നമ്മൾ ഈ 1 - ആൽഫ എന്നുള്ളത് വളരെ 1-ൽ നിന്ന് പിന്നെയും ആൽഫേനെ കുറയ്ക്കുക, വളരെ കുഞ്ഞൊരു വാല്യൂ. സോ വി ആർ ജസ്റ്റ് നെഗ്ലക്റ്റിംഗ് ദറ്റ് ആൻഡ് ഗിവിംഗ് ഇറ്റ് എ വാല്യൂ ഓഫ് 1. അങ്ങനെയാണ് നമുക്കിതിൻ്റെ കിട്ടുക. ക്ലിയർ ആയോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എൻ ആസിഡ് കണ്ടു, അതേപോലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ബേസും കണ്ടൂടെ. നോക്കി BOH gives ഇത് വീക്ക് ബേസ് ആണെങ്കിൽ B++OH-. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ബേസ് ഇസ് ഈക്വൽ ടു, അതിൻ്റെ മുന്നേ നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷനൊക്കെ എഴുതാൻ മറന്നുപോയി. ദറ്റ് ഇസ് ലെറ്റ് 1 be the initial concentration or C be the initial concentration, then it will be Z into 0. If alpha is the degree of dissociation, then at equilibrium the concentration will be C into 1 - alpha, and it will be alpha and alpha. Now equilibrium constant of B is equal to നമുക്കറിയാം concentration of the product divided by the concentration of the reactant. It will be B minus C alpha ആണ്. C is the concentration, then it will be C into C alpha into C alpha divided by C into 1 - alpha. That is equal to C square alpha square divided by C into 1 - alpha. പിന്നെ എന്താണ്, ഈ സിയും ക്യാൻസലായി. ഇറ്റ് വിൽ ബി C alpha square divided by 1 - alpha, or KB is equal to C alpha square divided by 1 - alpha. ഇനി ഇവിടെ എന്താണ്, ആൽഫ is very small in case of a weak acid, so we can approximately give it as a value of 1. Then KB is equal to C alpha square, or alpha square is equal to KB divided by C, or alpha is equal to root of KB by C. നേരത്തെ alpha is equal to Ka by C പോലെ alpha is equal to Kb by C. അപ്പോൾ Kb is the ionization constant, alpha is the degree of dissociation or ionic constant, ionization or degree of ionization or degree of dissociation, and C is the concentration. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്, എന്താണ് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ്, എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നൊക്കെ ഉള്ളത്. എനിക്ക് ഇനിയും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ പറഞ്ഞുണ്ടല്ലോ വീഡിയോ അങ്ങ് ഭയങ്കര ലെങ്തിയാവും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്തൊക്കെ എടുത്താൽ ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ബേസിസ് വെരി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നു, വിത്ത് കോഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിഗ്രി ഓഫ് ആദ്യം തന്നെ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് എൻ ആസിഡ് കണ്ടുപിടിച്ചു, ബേസ് കണ്ടുപിടിച്ചു. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ അവരുടെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൊരു പ്രോബ്ലം വെച്ച് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ നമ്മളിപ്പോൾ എന്താ ഡിസ്കസ് ചെയ്തത്, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. പ്രോബ്ലം നല്ല അടിപൊളി പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഇത്രയും കാര്യം നന്നായി പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലിട്ടോളൂ. അതുമല്ല നിങ്ങൾ കൂടുതൽ ഡൗട്ട് സ്പെഷ്യലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ ഇൻ easychemistryclass@gmail.com, and also we have 2 pages, that is Facebook Justness Chemistry Class, and in Insta also we have Justness Chemistry Class. So you can directly send me personal messages in that, so I can give you reply. Thank you.